ഹലോ എവറിബഡി, വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2023 നടന്ന GD കോൺസ്റ്റബിളിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ നമ്മൾ GK ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 20 GK ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് 10 മിനിറ്റുള്ളിൽ നോക്കി തീർക്കാം. ആദ്യത്തെ ചോദ്യം, ബാത്തുകമ്മ എ ഫ്ലവർ ഫെസ്റ്റിവൽ ഈസ് സെലിബ്രേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്സ്? ഓപ്ഷൻസ് ഗുജറാത്ത്, തമിഴ്നാട്, രാജസ്ഥാൻ, തെലുങ്കാന. ഓർത്തു വയ്ക്കുക, ബാത്തുകമ്മ എന്ന് പറയുന്ന ഫ്ലവർ ഫെസ്റ്റിവൽ നടത്തുന്നത് എവിടെയാണ്? തെലുങ്കാനയിലാണ് ആ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. ബാത്തുകമ്മ ഈസ് സെലിബ്രേറ്റഡ് ഇൻ തെലുങ്കാന. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആസ് പെർ 2011 സെൻസസ് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് എ ലോവസ്റ്റ് ലിറ്ററസി റേറ്റ്? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ആസ് പെർ 2011 സെൻസസ് ആണ്. 2011 സെൻസസ് പ്രകാരം ഏത് ഇന്ത്യൻ സ്റ്റേറ്റിലാണ് ലോവസ്റ്റ് ലിറ്ററസി റേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ. ശ്രദ്ധിക്കുക, നമ്മുടെ ആൻസർ വരുന്നത് ബീഹാറാണ്. ബീഹാറിലെ ഒരു ലിറ്ററസി റേറ്റ് 2011 സെൻസസ് പ്രകാരം 63.82% ആണ്. അതാണ് ലോവസ്റ്റ് ലിറ്ററസി റേറ്റ് വരുന്നത്. ഹയസ്റ്റ് ഏതാ വരുന്നത്? കേരളമാണ് ഹയസ്റ്റ് വരുന്നത് വിത്ത് 93.91% ആണ് കേരളത്തിൻ്റെ ലിറ്ററസി റേറ്റ് എന്ന് വരുന്നത്. എന്നാൽ ഓവറോൾ 2011 സെൻസസ് പ്രകാരം ഓവറോൾ ലിറ്ററസി എന്ന് പറയുന്നത് 74.04% ആണ്. 74.04% ലിറ്ററസി റേറ്റ്. ടോട്ടൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ലിറ്ററസി റേറ്റ് ഇതാണ്. കുറവ് ബീഹാറിലും കൂടുതൽ കേരളത്തിലുമാണ്. 2011 സെൻസസിനെ സംബന്ധിച്ച് നമുക്ക് ചോദ്യങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം നോക്കിയാലോ. ഇറ്റ് കണക്ട്സ് ഓൾ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് അക്രോസ് ദ വേൾഡ്. വിച്ച് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഈസ് ബീയിങ് സ്പോക്കൺ അബൌട്ട് ഹിയർ? സോ ഓൾ കമ്പ്യൂട്ടേഴ്സ് അക്രോസ് ദ വേൾഡ് ആണ്. എല്ലാ കമ്പ്യൂട്ടേഴ്സിനും കണക്ട് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് പേജർ, കേബിൾ, പോസ്റ്റ് കാർഡ്സ്, ഇൻ്റർനെറ്റ്. ചോദ്യം വളരെ എളുപ്പമായിരുന്നു അല്ലേ? നമുക്ക് ഗസ് തന്നെ ചെയ്യാൻ പറ്റും. ആൻസർ വരുന്നത് ഏതാണ്? ഇൻ്റർനെറ്റാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് പെയേഴ്സ് ഓഫ് ഓർ മെറ്റൽ ഈസ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഇതിൽ തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ബോണൈറ്റ് കോപ്പർ, മാഗ്നറ്റൈറ്റ് അയൺ, ഗലീന ലെഡ്, സിനബർ നിക്കൽ. അപ്പോൾ ഇതിലേതാണ് തെറ്റ് വരുന്നത്? ബോണൈറ്റ് കോപ്പർ തന്നെയാണ്, മാഗ്നറ്റൈറ്റ് അയൺ ആണ്, ഗാലീന ലെഡ് ആണ്. എന്നാൽ സിനബർ എന്ന് പറയുന്നത് സിനബർ നിക്കലിൻ്റെ അല്ല, പകരം എന്തിൻ്റെതാണ്? മെർക്യൂറിയുടെയാണ്. മെർക്യൂറിയുടെ ഓറാണ് സിനബർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽസ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ ഗോട്ട് ഫ്രം പ്രസൻറ്റ് ഡേ രാജസ്ഥാൻ ആൻഡ് ഒമാൻ? അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷനിലെ ഏത് മെറ്റൽസാണ് ഈ പ്രസൻറ്റ് ഡേ രാജസ്ഥാനിലും ഒമാനിലും കണ്ടുപിടിച്ചതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് കോപ്പർ, ടിൻ, ഗോൾഡ്, സിൽവർ. നമ്മുടെ ആൻസർ ചെയ്താൽ വരുന്നത് കോപ്പറാണ്. ഇപ്പോഴത്തെ പ്രസൻറ്റ് രാജസ്ഥാനിൽ നിന്ന് ഒമാനിൽ നിന്നും കണ്ടുപിടിച്ച ഹാരപ്പൻ സിവിലൈസേഷനിലെ മെറ്റൽ എന്ന് പറയുന്നത് കോപ്പറാണ്. അടുത്തത്, എമംഗ് ദ ഗിവൺ ഓപ്ഷൻസ് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് ഡസൻറ്റ് പാട്രോണൈസ്? ഈ അനുദാൻ, നാഷണൽ പോർട്ടൽ ഫോർ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ്, ഈ ശ്രം, നശാമുക്ത് ഭാരത് അഭിയാൻ. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റിൻ്റെ കീഴിൽ വരാത്ത സ്കീം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡസൻറ്റ് പാട്രോണൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കീഴിലല്ലാത്ത, ഈ ഒരു മിനിസ്ട്രിയുടെ കീഴിലല്ലാത്ത ഏതാണ് ഈ പറയുന്ന 4 ഓപ്ഷനിൽ ഏതാണ് ഓപ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ മനസ്സിലാക്കുക, ശ്രം എന്ന് പറയുന്നത് ലേബർ എന്നാണ് അർത്ഥം. ശ്രമം എന്നുള്ള അർത്ഥത്തിലാണ്, ലേബർ എന്നുള്ള അർത്ഥത്തിലാണ്. ഇതാണ് നമ്മുടെ ഉത്തരം വരുന്നത്. കാരണം ഇതും വരുന്നത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റിൻ്റെ കീഴിലാണ്. മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റിൻ്റെ കീഴിലാണ്. ബാക്കിയെല്ലാം നമുക്ക് ഇപ്പോൾ ട്രാൻസ്ജെൻഡർ പേഴ്സൺ, നാഷണൽ പോർട്ടൽ ഫോർ ട്രാൻസ്ജെൻഡർ പേഴ്സൺ നമുക്ക് ഏകദേശം വായിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും സോഷ്യൽ ജസ്റ്റിസുമായി ബന്ധപ്പെട്ടതാണ്. നശാമുക്ത് ഭാരത് അഭിയാൻ സോഷ്യൽ ജസ്റ്റിസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അനുദാനം എന്താണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അത് സോഷ്യൽ ജസ്റ്റിസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ശ്രം എന്ന് പറയുന്ന വേർഡിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് 7ാമത്തെ ചോദ്യം, രഞ്ജി ട്രോഫി ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗെയിം? ഓപ്ഷൻസ് ബേസ്ബോൾ, ടെന്നീസ്, ഫുട്ബോൾ, ക്രിക്കറ്റ്. അപ്പോൾ രഞ്ജി ട്രോഫി ഓർക്കുക. രഞ്ജി ട്രോഫി എന്തുമായി ബന്ധപ്പെട്ടതാണ്? നമുക്കെല്ലാം അറിയാവുന്നതാണ്, ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ് റിവർ? അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, ദ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ് റിവർ എന്ന് പറയുന്നത് ഏതാണ്? സത്ലജാണോ, രവി, ചെനാബ്, ഷിയോക്ക്? അല്ല, ഏതാ വരുന്നത്? ആൻസർ വരുന്നത് ചെനാബാണ്. ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ദ ഇൻഡസ് റിവർ, ചെനാബ്. അടുത്തത്, ഇ കൃഷ്ണ അയ്യർ വാസ് റിലേറ്റഡ് ടു വിച്ച് ക്ലാസിക്കൽ ഡാൻസ് ഫോം? സോ ഇ കൃഷ്ണ അയ്യർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം എന്ത് ക്ലാസിക്കൽ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നുള്ളത്. ഓപ്ഷൻസ് ഒഡീസി, ഭരതനാട്യം, കഥക് ആൻഡ് സത്രിയ. നമുക്കത് ഏകദേശം ഊഹിക്കാൻ പറ്റും. ഇ കൃഷ്ണ അയ്യർ എന്നുള്ള പേരാണ് വരുന്നതെങ്കിൽ അത് ഭരതനാട്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്.
അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വി ആർ കൃഷ്ണ അയ്യർ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജൂറിസ്റ്റ് ഉണ്ട്. അദ്ദേഹവുമായി ഇവിടെ കൺഫ്യൂസ് ആയി പോകരുത്. ദാറ്റ് ഈസ് സംബഡി എൽസ്. അത് വേറൊരാളാണ് വി ആർ കൃഷ്ണ അയ്യർ എന്ന് പറയുന്നത്. ഈ കൃഷ്ണ അയ്യർ എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു, ലോയിൽ അതിവിദഗ്ധനായിരുന്നു, ഒരു ഫേമസ് ലോയർ ആയിരുന്നു ഇദ്ദേഹം. അതേപോലെ തന്നെ ഇദ്ദേഹം ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. ഈ കൃഷ്ണ അയ്യർ എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹം ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു, കൂടാതെ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു. ഇതൊന്നും കൂടാതെ ഇദ്ദേഹത്തിന് മ്യൂസിക്കും അതേപോലെ തന്നെ ക്ലാസിക്കൽ ഡാൻസിലും നല്ല വശമുള്ള ഒരു വ്യക്തിയായിരുന്നു. സോ ഇദ്ദേഹം മരിക്കുന്നത് 1968 തമിഴ്നാട്ടിൽ ജനിച്ച് 1968 മരിക്കുന്നത്. എന്നാൽ വി ആർ കൃഷ്ണ അയ്യർ എന്ന് പറയുന്നത് ഒരു ഫേമസ് ലോയർ, അതേപോലെ തന്നെ പൊളിറ്റീഷ്യൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അദ്ദേഹം മരിക്കുന്നത് 2014 അപ്പോൾ ഈ രണ്ടും മാറിപ്പോകരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. സോ ദിസ് ഇസ് സംബഡി എൽസ്. ഈ കൃഷ്ണ അയ്യർ വേറൊരാളും വി ആർ കൃഷ്ണ അയ്യർ വേറൊരാളുമാണ്. അടുത്തത്, ഇൻ ഇന്ത്യ ദ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ, IPRനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ ചോദ്യപേപ്പറിലും കണ്ടിട്ടുണ്ട്. സോ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ വാസ് പാസ്ഡ് ഇൻ ദ ഇയർ ഡാഷ് ഫോർ ദി ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് IPR എപ്പോഴാണ് പാസ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 1949, 48, 47, 46. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? ആദ്യത്തെ IPR പാസ് ചെയ്യുന്നത് 1948 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ. ഇനി 11th വൺ നോക്കിയാലോ. ഡാഷ് ഇസ് ഡിഫൈൻഡ് ആസ് ദ ബോഡീസ് എബിലിറ്റി ടു ഫങ്ഷൻ എഫിഷ്യൻ്റ്ലി ആൻഡ് ഇഫക്റ്റീവ്ലി ഇൻ വർക്ക് ആൻഡ് ലിഷർ ആക്ടിവിറ്റീസ്, ടു ബി ഹെൽത്തി, ടു റെസിസ്റ്റ് ഡിസീസസ് ആൻഡ് ടു മീറ്റ് എമർജൻസി സിറ്റുവേഷൻസ്. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? ബോഡിയുടെ എബിലിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാനും അതേപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ച് ഫങ്ഷൻ ചെയ്യാനും, അത് ജോലി ചെയ്യുന്ന സമയത്തായാലും ശരി, ലിഷർ എടുക്കുമ്പോഴായാലും ശരി, ഹെൽത്തി ആയിട്ടിരിക്കുക, ഡിസീസസിനെ പ്രതിരോധിക്കാൻ പറ്റുക, അതേപോലെ തന്നെ എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യാനും ബോഡിക്കുള്ള ആ ഒരു എബിലിറ്റിയെ നമ്മൾ എന്താ പറയുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: എയ്റോബിക് ഫിറ്റ്നസ്, മസ്കുലർ എൻഡ്യൂറൻസ്, ഫിസിക്കൽ ഫിറ്റ്നസ്, മെൻ്റൽ ഫിറ്റ്നസ്. ഇതിൽ മെൻ്റൽ ഫിറ്റ്നസ് അല്ല എന്ന് നമുക്ക് ഏകദേശം അറിയാം. ബോഡിക്കുള്ള എബിലിറ്റി എന്നാണ് പറയുന്നത്. മസ്കുലർ എൻഡ്യൂറൻസ് എന്ന് പറയുന്നത് മസിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എയ്റോബിക് ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ടോട്ടൽ ഫിറ്റ്നസ് എന്ന് പറയുമ്പം അതെന്താ വരുന്നത്? ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി റിട്ടേൺ ടു ഇന്ത്യ ഇൻ ജാനുവരി 1919, 1915, 1911, 1917. അപ്പോൾ ശ്രദ്ധിക്കുക, മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് എപ്പോഴാണ്? ഇൻ 1915 എക്സാക്റ്റ് പറയുകയാണെങ്കിൽ ഓൺ 9th January 1915. 9th January 1915 ഈ ഒരു ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷിക്കുന്നത്. പ്രവാസി ഭാരതീയ ദിവസ്. ഓക്കെ, 9th January 1915. അടുത്തത്, ഹൗ മെനി നേഷൻസ് ഇൻക്ലൂഡിംഗ് EOR ആൻഡ് ROC ടീംസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ 2020 സമ്മർ ഒളിമ്പിക്സ്? അതായത് സമ്മർ ഒളിമ്പിക്സിൽ ടോട്ടലി എത്ര നേഷൻസ് ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിംഗ് EOR. EOR എന്ന് പറയുന്നത് റെഫ്യൂജി ഒളിമ്പിക് ടീമാണ്. റെഫ്യൂജി ഒളിമ്പിക് ടീമാണ്. ആ EOR വരാനുള്ള കാരണം അത് ഫ്രഞ്ചിലാണ് അങ്ങനെ EOR എന്ന് വരുന്നത്. അതിന് ഇൻ ഇഫക്റ്റ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് റെഫ്യൂജി ഒളിമ്പിക് ടീമും. ROC എന്ന് പറയുന്നത് റഷ്യൻ ഒളിമ്പിക് കമ്മിറ്റിയാണ്, ബേസിക്കലി റഷ്യ. റഷ്യൻ ഒളിമ്പിക് കമ്മിറ്റി. സോ ടോട്ടൽ അങ്ങനെ എത്ര നേഷൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു 2020 സമ്മർ ഒളിമ്പിക്സ് എന്നാണ് ചോദ്യം വരുന്നത്. ഓപ്ഷൻസ് 2006, ഓപ്ഷൻസ് 206, 209, 210, 203. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് എത്രയാണ്? 206. 206 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. 206 നേഷൻസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അടുത്തത്, വിച്ച് അമംഗ് ദ ഫോളോയിങ് റിസീവ്ഡ് ദി കേരള സംഗീത നാടക അക്കാഡമി ഫെലോഷിപ്പ് 1974? 1974 കേരള സംഗീത നാടക അക്കാഡമി ഫെലോഷിപ്പ് കിട്ടിയത് ആർക്കാണെന്നാണ് ചോദ്യം. ഇത്തിരി കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യം തന്നെയാണ്, കാരണം ഫെലോഷിപ്പ് കിട്ടിയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. മെഹബൂബ് സുഭാനി, കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മ, അനുരാധ പാണ്ഡെ, ശോഭന നാരായണൻ. അപ്പോൾ ഇതിനകത്തെ മലയാളി എന്നുള്ള നിലയ്ക്ക് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ് കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മ. മോഹിനിയാട്ടത്തിനാണ് അവർക്ക് കേരള സംഗീത നാടക അക്കാഡമി ഫെലോഷിപ്പ് കിട്ടിയത്. സോ അതാണ് നമ്മുടെ ആൻസർ വരുന്നത് 1974. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മോണുമെൻറ്റ്സ് ഹാസ് ബീൻ ഡിക്ലെയർഡ് എ നാഷണൽ മോണുമെൻറ്റ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇൻ November 2022? അപ്പോൾ നവംബർ 2022 നാഷണൽ മോണുമെൻ്റ് ആയിട്ട് പ്രൈം മിനിസ്റ്റർ പ്രഖ്യാപിച്ച മോണുമെൻറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഗോൾ ഗുംബാസ്, രുക്മിണി ടെമ്പിൾ, മൂസ ബാഗ് ആൻഡ് മൻഗർ ധാം.
നമ്മുടെ ആൻസർ എന്താ വരുന്നത്? നാഷണൽ മോണുമെൻ്റായിട്ട് പ്രഖ്യാപിച്ചത് മൻഗർ ഡാം ആണ്. മൻഗർ ഡാം എന്ന് പറയുന്നത് രാജസ്ഥാനിലാണ്. നാളെ ഇതായിരിക്കും ചോദ്യം, ഒന്ന് പഠിച്ചു വെക്കണം. ബൻസ്വാര ഡിസ്ട്രിക്റ്റിലുള്ള, ബൻസ്വാര ജില്ലയിലുള്ള രാജസ്ഥാനിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ധാമാണ് മൻഗർ ധാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നാഷണൽ മോണുമെൻ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം ഗോൾ ഗുംബാസിൻ്റെ ഒരു സ്ഥലം കൂടി അറിഞ്ഞിരിക്കണം. ഗോൾ ഗുംബാസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബീജാപ്പൂർ. ബീജാപ്പൂർ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാടക. ഇനി രുക്മിണി ടെമ്പിൾ എന്ന് പറയുന്നത് ദ്വാരകയിലാണ്. ദ്വാരക എവിടെയാണ് വരുന്നത്? ദ്വാരക ഈസ് ഇൻ ഗുജറാത്ത്. ആൻഡ് മൂസ ബാഗ് എന്ന് പറയുന്നത് ലക്നൗവിലാണ്. സോ ലക്നൗ മീൻസ് അറ്റ് കംസ് ഇൻ UP, ഉത്തർപ്രദേശ്. അപ്പോൾ ഇത്രയുമാണ്. ഈ പ്ലേസസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നമ്മുടെ ആൻസർ എന്താ വരുന്നത്? മൻഗർ ധാമാണ്. അടുത്തതൊരു ഫോർമുലയാണ് നാഷണൽ ഇൻകത്തിൻ്റെ. സോ നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു C + G + I + നെറ്റ് എക്സ്പോർട്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ C എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, ഹൗസ് ഹോൾഡ് കൺസംഷൻ ആണ്. G എന്താണെന്നാണ് ചോദ്യം. I ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻസ് ആണ്. NX എന്ന് പറയുന്നത് നെറ്റ് എക്സ്പോർട്സ് ആണ്. അപ്പോൾ ഇവിടെ G എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ. G വരുന്നത് ഏതാ ഓപ്ഷൻ? D, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. അത് തന്നെയാണ് ആൻസർ. ഇത് മറ്റേത് ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ, ഇൻഡിവിജ്വൽ എക്സ്പെൻഡിച്ചർ, നോൺ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. സോ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് കൺസംഷനും ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറും ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻസും പ്ലസ് നെറ്റ് എക്സ്പോർട്സും കൂടി ചേർന്നിട്ടാണ് നാഷണൽ ഇൻകം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഫോർമുല എല്ലാ സ്ഥലത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അത് പഠിച്ചു വെച്ചേക്കുക. അടുത്തത്, ആസ് ഓഫ് ഡിസംബർ 2022 ഹൂ എമംഗ് ദ ഫോളോയിങ് ഇസ് ദ ഗവർണർ ഓഫ് വെസ്റ്റ് ബംഗാൾ ഇന്ത്യ? സോ വെസ്റ്റ് ബംഗാളിലെ ഗവർണർ ആരാന്നാണ് ചോദ്യം. ജഗ്ദീപ് ധങ്കർ, മമത ബാനർജി, CV ആനന്ദ് ബോസ്, അശോക് ഗെഹ്ലോട്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ ആൻസർ എന്താ വരുന്നത്? CV ആനന്ദ് ബോസ് ആണ്. ഇദ്ദേഹം തന്നെയാണ് ഇപ്പോഴും വെസ്റ്റ് ബംഗാളിൻ്റെ ഗവർണർ എന്ന് പറയുന്നത്, CV ആനന്ദ് ബോസ്. അടുത്തത്, ദ മാക്സിമം സ്ട്രെങ്ത് ഓഫ് ദി ലോവർ ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ് ഈസ്? ലോവർ ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണത്? ലോക്സഭയാണ്. എന്താണ് ഓപ്ഷൻസ്? 250, 500, 590, 552. നമ്മുടെ ആൻസർ ഏതാ വരുന്നത്? ലോവർ ഹൗസ് ഓഫ് ദി പാർലമെൻറ്റ്, ലോക്സഭയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് 552 ആണ്. ഇത്രയും പേര് ഇല്ല, പക്ഷെ മാക്സിമം സ്ട്രെങ്ത് 552 ആണ്. അടുത്തത്, ഡാഷ് വാർ ടുക്ക് പ്ലേസ് ഡ്യൂറിങ് 4th 5-year പ്ലാൻ. സോ 4th 5-year പ്ലാൻ എന്ന് പറയുമ്പോൾ ഏതാണ് സമയം വരുന്നത്? 1969 to 74. അപ്പോൾ 69, 74 കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ ഏത് യുദ്ധമായിരിക്കണം? ഇൻഡോ പാക് വാറാണ്, ഇന്ത്യ പാകിസ്ഥാൻ വാറാണ്. വേൾഡ് വാർ 1, വേൾഡ് വാർ 2 എന്തായാലും പ്ലാൻ്റെ സമയത്തല്ല, നമുക്കറിയാം. ഇനി ഇൻഡോ ചൈന വാർ അല്ല, പകരം എന്താ വരുന്നത്? ഇന്ത്യ പാകിസ്ഥാൻ വാറാണ്. 71 വാർ. 1969 to 74 ആണ് 4th 5-year പ്ലാനിൻ്റെ കാലഘട്ടം. അപ്പോൾ 4th 5-year പ്ലാനിൻ്റെ കാലഘട്ടം അറിയാമെങ്കിലും നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും. And the last question, after the passage of which constitutional amendment bill are there now 6 fundamental rights? So 6 fundamental rights എന്ന് പറയുന്നത് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആയതിനു ശേഷമാണ്, വന്നതിന് ശേഷമാണ് 6 ആയത്. നമുക്ക് നേരത്തെ 7 ആയിരുന്നു, 7 മാറിയിട്ടാണ് പിന്നെ 6 ആയത്. ഒരെണ്ണം കളഞ്ഞ് ആ ഒരു അമെൻമെൻറ്റ് ആക്ട് ഏതാണ്? നമ്മളെപ്പോഴും പഠിച്ചു വെക്കേണ്ടതാണിത്. 44th Amendment Act of 1978. 44th Amendment Act of 1978 എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് 7 നിന്നും 6 കുറയുന്നത്. റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് ഡിലീറ്റഡ് ബൈ ദി 44th Amendment Act of 1978. സോ ദാറ്റ് ഈസ് ദി ആൻസർ. അതാണ് ആൻസർ വരുന്നത്. നമ്മുടെ 20 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. വീണ്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമ്മൾ അടുത്ത ദിവസം കാണുന്നതായിരിക്കും. ഒരൊറ്റ പ്രിപ്പറേഷനോട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്